ദീർഘനാളത്തെ ആവശ്യത്തിനും പരിശ്രമത്തിനും ഒടുവിൽ മുണ്ടക്കയം മേഖലയും ക്യാമറ നിരീക്ഷണത്തിലേക്ക്. പൊതു ഇടങ്ങളിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടുന്നതിനും വർദ്ധിച്ചു വരുന്ന ലഹരി മരുന്നിന്റെ വിതരണവും ഉപയോഗത്തിനും തടയിടുന്നതിനും മോഷണം, അടിപിടി അടക്കമുള്ള കുറ്റകൃത്യങ്ങളിൽ പ്രതികളെ വേഗത്തിൽ കണ്ടെത്തുന്നതിനും സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുണ്ടക്കയം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ക്യാമറകൾ സ്ഥാപിക്കുന്നത്. കെൽട്രോണുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ 4 ക്യാമറകളാണ് സ്ഥാപിക്കുക. പൂഞ്ഞാർ-എരുമേലി സംസ്ഥാന പാതയിൽ ഏറ്റവും കൂടുതൽ മാലിന്യം നിക്ഷേപിക്കുന്ന പുലിക്കുന്ന് ഇല്ലിക്കൂപ്പ്, മുണ്ടക്കയം ബൈപ്പാസിൽ വെള്ളനാടി കവലയ്ക്ക് സമീപത്തെ പാലത്തിന് സമീപം, കൂട്ടിക്കൽ റോഡിൽ പാർത്താനം കവലയ്ക്ക് സമീപം, മുണ്ടക്കയം ബസ് സ്റ്റാൻഡ് കവാടം എന്നിവിടങ്ങളിലാണ് ഒന്നാം ഘട്ടത്തിൽ ക്യാമറകൾ സ്ഥാപിക്കുന്നത്. ഇതിനായി 10 ലക്ഷം രൂപയാണ് വിനിയോഗിക്കുക. ഗ്രാമപഞ്ചായത്തിൽ 24-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് CCTV സ്ഥാപിക്കൽ എന്നുള്ള പദ്ധതി പ്രാവർത്തികമായിരിക്കുകയാണ്. മുൻപ് ഈ പദ്ധതി വെച്ചപ്പോൾ നമുക്ക് അംഗീകാരം കിട്ടിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പൊതു ഇടങ്ങളിൽ മാലിന്യം തള്ളുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ അതിന് പ്രത്യേക അനുമതി തരികയും ഇപ്രാവശ്യം നമ്മൾ മുണ്ടക്കയം പഞ്ചായത്ത് 10 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. അത് തുടക്കം എന്നുള്ള രീതിയിലാണ് ഈ 10 ലക്ഷം രൂപ. ഇപ്പോൾ പ്രധാനപ്പെട്ട 4 പോയിന്റുകൾ കണ്ണിമല ഇല്ലിവളവിൻ്റെ ഇവിടെ, പിന്നെ പറത്താനം വെട്ടുകല്ലാങ്കുഴി, മുണ്ടക്കയം ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച്, അതുപോലെ തന്നെ ബൈപ്പാസ്, ഈ 4ഇടത്താണ് വെച്ചിട്ടുള്ളത്. അടുത്ത വർഷങ്ങളിൽ കൂടുതൽ ഫണ്ട് വകയിരുത്തിക്കൊണ്ട് എല്ലായിടങ്ങളിലും CCTV സ്ഥാപിക്കാനാണ്. അതിന് റെസിഡൻസ് അസോസിയേഷൻ, സ്കൂളുകൾ, മറ്റുള്ള വ്യാപാര സ്ഥാപനങ്ങൾ ഇവരുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നമുക്ക് ഈ പദ്ധതി വെക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കെൽട്രോണിനെയാണ് ഫണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയും കെൽട്രോണിൻ്റെ ചുമതലയിലാണ് ഈ പദ്ധതി നടത്തുന്നത്. ഇതിൻ്റെ എല്ലാ മോണിറ്ററിങ്ങും പോലീസിൻ്റെ സഹായത്തോടു കൂടി മുണ്ടക്കയം ഗ്രാമപഞ്ചായത്താണ് നടത്തുന്നത്. ഇന്ന് അതിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി തന്നെ നമുക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നതിനും മാലിന്യം ഒരു പരിധി വരെ പൊതു ഇടങ്ങളിൽ തള്ളുന്നത് തടയുവാനായിട്ട് നമുക്ക് സാധിക്കും. കെൽട്രോണിനാണ് നിർമ്മാണ സംരക്ഷണ ചുമതലകൾ. മുണ്ടക്കയം പഞ്ചായത്ത് ഓഫീസിൽ ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ക്രോഡീകരിച്ച് ശേഖരിക്കും. ആവശ്യമായ സമയങ്ങളിൽ പോലീസുമായി സഹകരിച്ച ദൃശ്യങ്ങൾ വീണ്ടെടുക്കും. മുണ്ടക്കയത്തിൻ്റെ ദീർഘകാലമായ ഒരു ആവശ്യമായിരുന്നു പട്ടണങ്ങളിലെ കുറ്റകൃത്യങ്ങളും ലഹരിയും ഒക്കെ നിയന്ത്രിക്കുന്നതിനും ഒരു നിരീക്ഷണം നടത്തുന്നതിനും വേണ്ടിയുള്ള ക്യാമറ നിരീക്ഷണത്തിലേക്ക് മുണ്ടക്കയം വരണം എന്നുള്ളത്. വളരെ വേഗം നഗരവൽക്കരിക്കുന്ന ഒരു പ്രദേശമാണ് മുണ്ടക്കയം. അപ്പോൾ അതുകൊണ്ട് തന്നെ ലഹരിയുടെയൊക്കെ ഒരു ഹബ്ബായിട്ട് മുണ്ടക്കയം മാറുന്നുണ്ട്. ഏത് പ്രദേശത്തേക്കും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു കേന്ദ്രമായി മുണ്ടക്കയം മാറി. അപ്പോൾ ലഹരിയുടെയൊക്കെ നല്ലൊരു ഹബ്ബും ധാരാളം ലഹരി ബന്ധപ്പെട്ട കേസുകളുണ്ടാകുന്ന പ്രദേശമായത്. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഒരു CCTV വെക്കാൻ ഗ്രാമപഞ്ചായത്തിന് അനുവാദം കിട്ടണമെങ്കിൽ ഈ കാരണം കൊണ്ട് മാത്രം കിട്ടത്തില്ല. അപ്പോഴാണ് ഗവൺമെൻറ് മാലിന്യമുക്ത കേരളം എന്ന പദ്ധതി 2025 മാർച്ചിൽ പൂർണ്ണമായും കേരളത്തെ മാലിന്യ വിമുക്തമാക്കുന്ന പദ്ധതിയിലേക്ക് വരുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ പ്രൊജക്റ്റ് സമർപ്പിക്കുകയും കഴിഞ്ഞ 3 പ്രാവശ്യവും DPC നമ്മുടെ ഈ CCTV പിടിപ്പിക്കാനുള്ള പ്രൊജക്റ്റ് തള്ളിക്കളഞ്ഞിരുന്നു. പക്ഷേ ഈ വട്ടം ഈ മാലിന്യ പ്രശ്നം കൂടെ ഉള്ളതുകൊണ്ട് ഇതിന് പൂർണ്ണമായ അംഗീകാരം കിട്ടി. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും മാലിന്യ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും അതോടൊപ്പം അനുബന്ധമായിട്ട് നമ്മുടെ ലഹരി കൈമാറ്റങ്ങളെ, ലഹരി ഉപയോഗിച്ചുള്ള വിഷയങ്ങളെ, മറ്റ് കുറ്റകൃത്യങ്ങൾ ഇതെല്ലാം നിരീക്ഷിക്കാനും അതിൻ്റെ മേൽ നിയന്ത്രണങ്ങളും നടപടിയും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ഒരു പ്രവർത്തന ഫലമായിട്ടാണ് നമ്മൾ CCTV സ്ഥാപിക്കുന്നത്. ഇപ്പോൾ സ്ട്രീറ്റ് മെയിൻ പോകുന്ന പ്രദേശങ്ങളിലാണ് ഇപ്പം ആദ്യഘട്ടം സ്ഥാപിക്കുന്നത്. ഇപ്പം നമ്മുടെ നെന്മേനി ഭാഗത്ത് ധാരാളം ഉപയോഗിച്ചിരുന്ന പ്രദേശം, പക്ഷേ അതുവഴി നമ്മുടെ സ്ട്രീറ്റ് ലൈൻ പോകുന്നില്ല. അപ്പോൾ അവിടെ സ്ട്രീറ്റ് ലൈൻ വരുന്ന പദ്ധതികൾ ഉണ്ടാകുമ്പോൾ അവിടെ നമുക്ക് അടുത്ത ഘട്ടമായിട്ട് സ്ഥാപിക്കാൻ പറ്റും. അതുപോലെ അമരാവതി, കരുതലും അമരാവതി ഭാഗത്തും അവിടെ ലൈറ്റ് കിട്ടാൻ പ്രയാസം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അതും സോളാറിൻ്റെ സഹായത്തിൽ ചെയ്യാമായിരുന്നു. പക്ഷെ അവിടെ മരങ്ങൾ മറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അതിനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ അവിടെ നടപ്പിലാക്കാനാവാത്തത്. ഇത് പൊതുജനങ്ങളുടെ സഹകരണത്തോടെ നന്നായിട്ട് ഈ പദ്ധതി പോകാനും അത് നന്നായിട്ട് നിരീക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. പഞ്ചായത്തിൽ ഇതിനായി ഒരു ജീവനക്കാരനെ നിയോഗിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV അനിൽകുമാർ എന്നിവർ പറഞ്ഞു. 2ാം ഘട്ടത്തിൽ ടൗണിന്റെ വിവിധ മേഖലകളിൽ കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കും. ഇതോടെ വർഷങ്ങളായി മുണ്ടക്കയം ടൗണും പരിസര മേഖലയും ക്യാമറ നിരീക്ഷണത്തിലാക്കണമെന്ന ആവശ്യവും യാഥാർത്ഥ്യമാകും. പൊതു ഇടങ്ങളിൽ മാലിന്യം തള്ളുന്നവരെ അടക്കം കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കുന്നതിനും ഇത് സാധിക്കും. ഒപ്പം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ മുണ്ടക്കയം പ്രദേശത്തെ പൂർത്തീകരണത്തിനും ക്യാമറ കണ്ണുകൾ ഉപകരിക്കും. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.